ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പടുകൂറ്റൻ ബിൽഡിങ് പണിയുന്നതിൻ്റെ സൈറ്റും അതിനാവശ്യമായിട്ടുള്ള കൊണ്ടുവച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഒരു ബിൽഡിങ് പണിയുന്നതിനാവശ്യമായ വർക്ക് സൈറ്റ് ഒരു ക്രെയിൻ ഉപയോഗിച്ച് മറ്റൊരു ക്രെയിനെ നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ സാഹചര്യങ്ങളും സാമഗ്രികളും ഒക്കെയാണ് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു ക്രെയിൻ ക്രിയേറ്റ് ചെയ്യും. ഈ ബിൽഡിങ് പണിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്രെയിൻ, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന് ആവശ്യമുള്ള ഒരു ക്രെയിൻ നിർമ്മിക്കുന്ന ഘട്ടമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വർക്ക് സൈറ്റും വർക്ക് സൈറ്റിൽ ഏകദേശം ഫൗണ്ടേഷൻ്റെയൊക്കെ ഏരിയ കുറേയൊക്കെ പണിതതിന് ശേഷം ബിൽഡിങ്ങിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഫൗണ്ടേഷന് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഉൾപ്പെടെ എത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് മാൻപവർ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്രെയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ച് ഈ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു ക്രെയിനെ നിർമ്മിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ഒരു ബിൽഡിംഗ് സൈറ്റിൻ്റെ മാൻപവറൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ നമ്മൾ കാണുന്നുണ്ട്. ക്രെയിനിനെ എടുത്ത് ഡെവലപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർ നിൽപ്പുണ്ട്. ഇത്ര ഹൈറ്റിലൊക്കെ കയറി നിന്ന് ഒരു ബിൽഡിങ്ങിന് പണിക്ക് ആവശ്യമായിട്ട് ക്രെയിനിനെ നിർമ്മിക്കുന്നതിന് പണികൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രെയിൻ കൊണ്ടുവച്ച് ഓരോ പാർട്ടുകളുമാണ് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. ആ പാർട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലോക്കിൽ നിന്നും അതിൻ്റെ അൺലോക്ക് ചെയ്തിട്ട് ക്രെയിൻ മൂവ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് അതൊന്ന് ചുറ്റിക്കറങ്ങി അടുത്ത സാധനമായിട്ട് വരാനുള്ള ഉദ്ദേശമാണ് കാണുന്നത്. നമ്മൾ അതിൻ്റെ ആ കപ്പി എന്ന് പറയുന്ന പാർട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഉയരത്തിൽ പോവാണ്. ഈ ഒരു ക്രെയിനിലേക്കാണ് അത് എത്തുന്നത്. എന്നിട്ട് ഈ കശി ഒന്ന് വട്ടം ചുറ്റുമ്പോഴേക്കും ഈ ലൊക്കേഷൻ ഒന്ന് മാറി, ആ ലൊക്കേഷൻ മാറി അടുത്ത ഏരിയയിലേക്ക് ഇങ്ങനെ അവനെത്തിച്ചേരും. എന്നിട്ട് വീണ്ടും ചെയ്യാൻ പോകുന്നത് അടുത്ത പാർട്ടിനെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി എടുക്കാനാണ്. ഇതൊന്ന് കറങ്ങി അടുത്തൊരു ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പതുക്കെ മറ്റ് ബിൽഡിങ്ങുകളിലൊന്നും തട്ടാതെ ടച്ച് ചെയ്യാതെ കറങ്ങി തിരിഞ്ഞ് ഇനി അതിനെടുക്കാനുള്ള ആ പാർട്ടിലേക്ക് ചെന്ന് അതിനെ അവിടെ നിൽക്കുന്ന ആൾക്കാർ ലോക്ക് ചെയ്ത് കൊടുത്ത് വീണ്ടും ആ ക്രെയിൻ വർക്ക് ചെയ്യുന്ന ആൾ ഇതിനെ വർക്ക് ചെയ്യിച്ച് അവിടെ എത്തി അവിടെ നിൽക്കുന്ന ആൾക്കാർ അതിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് അൺലോക്ക് ചെയ്ത് വീണ്ടും അടുത്ത സാധനം വെക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും വലിയൊരു ഡിവൈസാണ് അവിടെ ഈ ക്രെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ സൈസ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വലുതാണ്. ഈ മെഷീൻ എന്നിട്ട് വലിയൊരു ലോറി പോലെയുള്ളൊരു വണ്ടിയിലാണ് ഇതിരിക്കുന്നത്. അതായത് ഈ മെഷീൻ മൂവ് ചെയ്യുന്നത് സാധാരണ ഹിറ്റാച്ചിയൊക്കെ പോലത്തെ ഒരു വണ്ടിയാണ്. പക്ഷേ നല്ല രസമാണ് ഇത് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പാർട്ടും കൂടി കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ഒരു സാധനത്തിലാണ് അതിൻ്റെ ഓരോ പാർട്ടുകളുമാണ് ഈ കാണിക്കുന്നത്. അപ്പം ബിൽഡിംഗ് സൈറ്റിൻ്റെ ലൊക്കേഷനാണ് കാണുന്നത്. ഇത് നമ്മൾ ആ ക്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഓരോ പാർട്ടുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് കാണിക്കുന്നത്. എന്നെപ്പോലെയുള്ളവർക്കായിരിക്കില്ല. നിങ്ങൾ കാണുന്ന ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ടുള്ള എൻജിനീയേഴ്സൊക്കെ ഉണ്ടെങ്കിലും ഇത് കണ്ടിട്ടുള്ള പണികൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇതറിയാൻ സാധിക്കുമായിരിക്കും. എൻ്റെ അനുഭവം ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു ക്രേസ് തോന്നി. ഈ കാണിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു ക്രേസ് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിപ്പം അവിടെ നിന്ന് മുന്നോട്ട് പോയി പതിയെ അത് ആകാശത്തിൽ നിന്നത് ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു പാർട്ടിലാണ് ആ ഒരു മെഷീൻ വയ്ക്കുന്നത്. ആ ലൊക്കേഷനാണ് ഞാൻ കാണിക്കുന്നത്. ഈ കാണുന്ന കുറേ ഭാഗങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ താമസിക്കുന്ന ഏരിയ ആയിട്ടാണ്. ഇതാണ് നമ്മുടെ ഒരു മെഷീൻ. കണ്ടോ, ഒരു വണ്ടി തന്നെയാണിത്. ആ വണ്ടിയിലാണ് ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് തിരിച്ച് മടക്കി കറക്കി വെച്ച് കഴിയുമ്പോൾ വണ്ടിക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു വണ്ടിയാണ് ഇതിനെ വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മാൻ പവർ കൊടുത്തു കഴിയുമ്പോൾ
ഏത് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണമോ ആ ലൊക്കേഷനിലേക്ക് അത് മൂവ് ചെയ്യും. താഴ്ത്തി വെച്ചിട്ട് വണ്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് റോഡിൽ കൂടി തന്നെ പോകാൻ സാധിക്കും. അങ്ങനെ നമുക്കൊക്കെ കണ്ടിട്ടില്ലാതെ ഉണ്ടോ അതിൻ്റെ ആ ഒരു വർക്കിംഗ് ആണ് കാണുന്നത്. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് തിരിഞ്ഞ് വരും. അത് റിലീസ് ചെയ്യുന്നതനുസരിച്ച് ആ സാധനം പൊങ്ങി അങ്ങോട്ട് പോകും. അങ്ങനെ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പാർട്ടുകളൊക്കെ കാണിച്ച് ആ ഒരു വണ്ടിയുടെ പ്രവർത്തന ഘട്ടങ്ങളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ചലിക്കുന്ന പാർട്ടുകൾ. ഇങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ്, ലിവറിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ആ സാധനം എത്തിക്കും. എത്തിച്ചത് കൺസ്ട്രക്ട് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ അടുത്ത സാധനമായിട്ട് സാധനം എടുക്കാൻ വേണ്ടി അത് തിരിച്ചു വരും. ഈ മാൻ പവർ അവിടെ നിന്നതിന് ഒരു ലോക്കിട്ട് പൊക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്രെയിൻ മറ്റൊരു ക്രെയിനെ നിർമ്മിച്ച് കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവർ ആ ബിൽഡിങ് പണിയാൻ തുടങ്ങത്തുള്ളൂ. ഇപ്പം ആ ഒരു ഫൗണ്ടേഷൻ നിർത്തി ക്രെയിൻ വയ്ക്കാനുള്ള ഫൗണ്ടേഷൻ വെച്ചു, ക്രെയിനിൻ്റെ പാർട്ടുകളും വെച്ചു. ഇനി ഇതുപോലെ അപ്പുറത്തൊക്കെ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ പോലെ വലിയൊരു വിമാനമായ ഒരു ബിൽഡിങ് ഇവിടെ ഉയർന്നു വരണമെങ്കിൽ ഈ ക്രെയിൻ അവിടെ അവരുദ്ദേശിക്കുന്ന അത്രയും പണികൾ പൂർത്തിയാക്കി വലിയൊരു നല്ല മൂവ്മെൻറ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രെയിനായിട്ട് മാറണം. അപ്പോഴാണ് ബിൽഡിംഗ് പണി വീണ്ടും അവർക്ക് തുടങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത കാണാൻ പോകുന്നത് അടുത്ത ഒരു ഇതിൻ്റെ പാർട്ടിനായിട്ട് ഈ ഒരു ക്രെയിൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് ഇനി നമ്മളിപ്പോൾ അവിടെ കാണുന്നത്. താഴെ കിടക്കുന്ന ആ ഒരു വലിയ ട്രെയിനിൻ്റെ പാർട്ടിനെ കൊണ്ടുപോകണം. അതിനുവേണ്ടി ഈ ട്രെയിൻ ഇപ്പം നിൽക്കുന്നത് അതിൻ്റെ വേറൊരു പാർട്ട് കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതിന് ശേഷം എടുക്കാനുള്ള രീതിയാണ് താഴെ കിടക്കുന്നത്. ഇതിനെ വന്നിട്ട് പൊക്കി അങ്ങ് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പതിയെ ഘട്ടം തിരിഞ്ഞ് കറങ്ങി വരണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ വീഡിയോ ചെറുതാക്കാൻ വേണ്ടി കട്ട് ചെയ്യാം. എങ്കിലും ഒരു മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇത്ര പെട്ടെന്ന് വർക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് അങ്ങനെ അതിനും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അത് അവിടെ എത്തണമെങ്കിൽ സകല ഏരിയകളും അപ്പുറം എല്ലാം ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിനൊന്നും ഒരു ശതം പോലും ഉണ്ടാകാതെ ആ ബിൽഡിങ്ങിനൊന്നും ടച്ച് ചെയ്യാതെ ഇത് പതുക്കെ ആ ലൊക്കേഷനിൽ എത്തിയാൽ മാത്രമേ മറ്റ് കെട്ടിടങ്ങൾക്കൊന്നും ഒരു കേടുപാടുകളും കൂടാതെ ഇതിനെ അതിൻ്റെ പ്ലേസിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയമാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്ത് അവിടെ നിൽക്കുന്ന ആൾ ഏറ്റവും ടോപ്പിൽ അതിനെ കൊണ്ട് വെച്ച് അവിടുത്തെ അതിനുള്ള ലോക്കുകളെല്ലാം വിട്ട് ഇപ്പം ഈ ക്രെയിനിൻ്റെ ലോക്കിൽ നിന്നും അതിനെ അൺലോക്ക് ചെയ്ത് റിലീസ് ചെയ്ത് കഴിയുമ്പോഴേ ഈ ഒരു പ്രവൃത്തി അവിടെ പൂർത്തിയാകത്തുള്ളൂ. നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പാട്ടെന്ന് പറയുന്നത് ഇനി അതിൻ്റെ മണ്ടയിലേക്ക് ഉയരങ്ങളിലേക്ക് കൊണ്ട് വയ്ക്കാനുള്ള ലോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതവിടെ എത്താനുള്ള അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് അതെങ്ങനെയാണ് അവിടെ എത്തുന്നത്, എങ്ങനെയാണ് അവിടെ നിൽക്കുന്ന ആൾക്കാർ അതിനെ അവിടെ കൊണ്ട് കറക്റ്റായിട്ട് കൊണ്ട് വെക്കുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാക്സിമൈസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ അവരതിനെ അവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നത് കാണാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും അതിനുള്ള ഒരു ഓർമ്മിപ്പിക്കുകയാണ്. ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് വ്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് അത്രയും ക്ലിയർ ആകാതെ വരും. അതെ, എനിക്കതൊരു പുതിയ കാഴ്ചയായിരുന്നു. എല്ലാവർക്കും അങ്ങനെയുള്ളവർക്കും
എന്നെപ്പോലെ അത് കണ്ടിട്ടില്ലാത്തവർക്കും ഇതൊരു പുതിയ അറിവാകട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരിലേക്കും ഈ ഒരു അറിവ് എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഈ ഒരു ക്രെയിൻ ഇവിടെ എത്തുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്കും ഒരു നല്ല അറിവാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിൽക്കുന്ന ആൾക്കാർ അതിനെ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ എത്തി അതിന് ശേഷം അത് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലാക്കാനും കൂടി ഉള്ളൊരു സമയമെടുക്കും. അവരതിനെ ഈ ഒരു ക്രെയിൻ വെച്ച് ഉയർത്തുന്ന സമയത്ത് അത് കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ വന്ന് നിൽക്കണമെന്നില്ല. അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സഹായം കൂടി, അതായത് അവരുടെ ഒരു ഹെൽപ്പോട് കൂടിയാണ് അതിനെ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കാനായിട്ട് ആ ക്രെയിനിലിരിക്കുന്ന ആൾക്കും സാധിക്കും. ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് അനക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ആൾക്കാർ നിൽക്കുന്ന അവർ പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമമാണ് ഇതിൻ്റെ ഏറ്റവും അന്ത്യഘട്ടത്തിൽ നടക്കുന്നത്. അവരതിനെ കൊണ്ട് കറക്റ്റ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരിക്കലും അവിടെ നിന്ന് ആ ലൊക്കേഷനിൽ എത്താൻ പറ്റില്ല. അവർ പതുക്കെ അതിനെ ഒന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൽ വർക്ക് ചെയ്യിക്കുന്ന ആൾക്കും കൂടി ഒരു ഹെൽപ്പാകുന്നത്. ജസ്റ്റ് അവരുടെ തലയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ അത് നോക്കിയൊരു മനുഷ്യപ്രയത്നം അവിടെ നടക്കുന്നത്. അപ്പം അവരുടെ ആയുസ് വെച്ചിട്ടുള്ള കളിയാണ്, അവരുടെ ജീവൻ വെച്ചിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. തെങ്ങാൻ ഇത് ഭയങ്കര ഉരുപ്പ് പോലത്തെ സാധനമാണല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് അവരുടെ തലയ്ക്കൊക്കെ വല്ലതും പറ്റിയിട്ട് ഇത്ര ഉയരത്തിൽ നിന്നാണ് അവർ 3 പേരുണ്ട് അവിടെ നിന്ന് ഇതിനു വേണ്ടി അധ്വാനിക്കുന്നത്. പൊരിഞ്ഞ വെയിലുമാണ്, നല്ല വെയിലത്ത് അധ്വാനിക്കുന്നതിനെയും കൂടി നമ്മളൊന്ന് പരിഗണിക്കേണ്ടതാണ്. 3 പേരും കൂടി അതിൻ്റെ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു അന്ത്യഘട്ടമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം ക്രെയിനിൻ്റെ പണി തീർന്നതല്ല, ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഐറ്റം അവിടെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി കഴിയുമ്പോൾ അത് ലോക്ക് ചെയ്ത് അതിൻ്റെ മേളിൽ ചെന്ന് ഈ 3 പേരിലൊരാൾ അതിൻ്റെ മേളിലേക്ക് പോയിട്ട് അതിനെ അവിടുന്ന് അവർ റിലീസ് ചെയ്യും. അപ്പോൾ റിലീസ് ചെയ്ത് അതൊക്കെ പതിയെ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അപ്പം അതും അവർ ചെയ്ത് പതിയെ ഈ ക്രെയിനിലിരിക്കുന്ന ആൾ അതിന് ഏത് പൊസിഷനിലേക്കാണ് വരേണ്ടത് അവിടേക്ക് എത്തിച്ച് കഴിയുമ്പോഴാണ് അടുത്ത ഐറ്റം എടുക്കാറാകുന്നത്. അപ്പോൾ ഇനിയിപ്പം ഈ 3 പേരും കൂടി അതിനെ കാണാമത് ഫിക്സ് ചെയ്യും. അവിടെ കറക്റ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തതിന് ശേഷം മേളിലൊരാൾ പോയിട്ട് അതിനെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്തിട്ട് പിന്നത്തെ പണി വീണ്ടും ചെയ്യുന്നത് ഒരു റൊട്ടേഷനാണ്. ഈ ക്രെയിൻ തിരിഞ്ഞ് പതിയെ ആദ്യം എത്തിയ പൊസിഷനിൽ വന്നതിന് ശേഷമാണ് അടുത്ത സാധനം എടുക്കാൻ അതിന് ഈ ഒരു സാധനം എടുപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 പേര് അവിടെ നിന്ന് അതിനെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ സൂം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ താഴെ വരെ പതുക്കെ ഒരാൾ മേളിലേക്ക് പോകും. അത് പോകാനായിട്ടുള്ളൊരു പരിശ്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് മേളിൽ എത്തിയതിന് ശേഷം ഇതൊരു 4 ഹുക്കിലാണ് നല്ല കറക്റ്റായിട്ട് അത് നിൽക്കുന്നത്. ആ ഹുക്ക് ഒക്കെ ഒരു മെഷീൻ പവറും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നോക്കണം. മെഷീൻ കറക്റ്റായിട്ട് അവിടെ കൊണ്ട് എത്തിച്ച് ഹെൽപ്പ് ചെയ്യാൻ മാൻപവറുണ്ട്. എന്നിരുന്നാലും അത് ആ ഒരു 4 ഹുക്കിനുള്ളിലാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അവിടെ നിൽക്കുന്നതെന്നും ഒക്കെ അത് എനിക്കത് ഇത്ര കൗതുകകരമായി തോന്നി. അത്രയും നമ്മളെപ്പോഴും ബിൽഡിങ്ങുകളല്ലേ കാണുന്നുള്ളൂ. നമ്മളത് അതൊരു ഒരു ബിൽഡിങ്ങായി തീരുന്നിടം വരെ അതിനെ നമ്മളത്ര ശ്രദ്ധിക്കാറൊന്നുമില്ല. ബിൽഡിങ്ങായി കഴിയുമ്പോൾ നമ്മൾ പറയും എന്ത് നല്ല ബിൽഡിങ്, എന്ത് നല്ല സെറ്റപ്പ്, എന്ത് കൺസ്ട്രക്ഷൻ, എന്താ കിടക്കാഴ്ചയായിട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന പ്രവൃത്തികൾ
നമ്മളങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനും അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മളതിൻ്റെ ഒരു ബിൽഡിങ്ങിനെ കണ്ട് വിലയിരുത്തിയിട്ടേ ഉള്ളൂ, അല്ലാതെ ആസ്വദിച്ചിട്ടുള്ളൂ. വിലയിരുത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.